ഹലോ വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ലീൻ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിക്കിൾസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വാട്ട് ആർ ആർട്ടിക്കിൾസ്? ആർട്ടിക്കിൾസ് ആർ യൂസ്ഡ് ബിഫോർ നൗൺസ്. There are two types of articles. Articles, definite articles are there and also indefinite articles. ഒരു നൗണിൻ്റെ മുൻപിൽ ചേർക്കുന്ന പാർട്സ് ഓഫ് സ്പീച്ചാണ് ആർട്ടിക്കിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആർട്ടിക്കിൾസ് രണ്ട് തരത്തിലുണ്ട്, ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡയറക്റ്റ് ആർട്ടിക്കിളും. നമുക്കറിയാം നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പേരിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഒരു സെൻറ്റൻസിൽ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന പദങ്ങളെയാണ് നൗൺസ് എന്ന് പറയുന്നത്. ഈ നൗൺസിനെ സ്പെസിഫിക് ആണ്, ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നു. കൂടുതൽ വ്യക്തമാക്കിയാൽ, എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ഈ പ്രത്യേക പുസ്തകത്തിന്, ഈ പെർട്ടിക്കുലർ ബുക്കിനെ റെഫർ ചെയ്യണം, സ്ട്രെസ് ചെയ്തുകൊണ്ട് ഊന്നി പറയണമെങ്കിൽ ഞാൻ എന്താണ് പറയുക? ദ ബുക്ക് ഇൻ മൈ ഹാൻഡ്. ദ ബുക്ക്, ദ. അതേസമയം ഒരുപാട് പുസ്തകങ്ങളിലുണ്ട്, അതിലൊരു പുസ്തകം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലോ എ ബുക്ക്, എ ബുക്ക്. സോ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പെർട്ടിക്കുലർ നൗണിനെ സ്ട്രെസ് ചെയ്ത് ഊന്നി പറയുന്നത് എന്ന സമയത്താണ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ യൂസ് ചെയ്യുന്നത്. അതേസമയം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എ ആൻഡ് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു പ്രത്യേക നൗണിനെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ എയോ ആനോ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ എ ആൻ എന്ന് പറയുന്ന ഈ ആർട്ടിക്കിൾസ് കൗണ്ടബിൾ നൗൺസിന് മുൻപിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എയും ആനും കൗണ്ടബിൾ നൗൺ, സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ നൗൺസിൻ്റെ മുൻപിലായിട്ടാണ് യൂസ് ചെയ്യാറ്. അതേസമയം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൗണ്ടബിൾ നൗൺ, അതേസമയം ആൻ ആണെങ്കിൽ വവൽ സൗണ്ടിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. കൺസിഡർ ദ എക്സാമ്പിൾ എ ബുക്ക്. ബുക്ക് എന്ന ആ വാക്ക് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഫോണീം ഏതാണ് വരുന്നത്? ബ സൗണ്ടാണ് വരുന്നത്, ബ. സോ ബ എന്ന് പറയുന്നത് ഒരു കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ ബുക്കിൻ്റെ കൂടെ എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ആഡ് ചെയ്യുന്നത്. അതേസമയം യൂണിവേഴ്സിറ്റി, നമ്മൾ പൊതുവേ വവൽ എന്ന് പറയുമ്പോൾ എ ഇ ഐ ഒ യു എന്നാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ അതല്ല, വവൽ ഫോണറ്റിക്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം വവൽസ് ആർ ദെയർ. സോ ഈ ഫോണറ്റിക് ആ ലെവലിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സിറ്റി എന്ന വേർഡ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് യ സൗണ്ടാണ് വരുന്നത്, യ സൗണ്ട്, യൂണിവേഴ്സിറ്റി, യ. അത് ഒരിക്കലും ഈ കാണുന്ന ഉ എന്ന് പറയുന്ന സൗണ്ട് അല്ല, യ സൗണ്ടാണ് ഫസ്റ്റ് വരുന്നത്. സോ യ സൗണ്ട് ഒരു കോൺസണൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി എന്ന വേർഡിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എ സൗണ്ടാണ്. കാർ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഖ സൗണ്ടാണ് ഫസ്റ്റ് വരുന്നത്. സോ ഖ ഈസ് എ കോൺസണന്റ് സൗണ്ട്. അതുകൊണ്ട് തന്നെ കാറിന് മുൻപിലായി എ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ എ യൂസ് ചെയ്യുന്നത് കോൺസണന്റ് സൗണ്ട്സിൻ്റെ നോട് കൂടിയാണ് എന്ന് ഓർക്കുക. ഇനി ആൻ എന്ന് പറയുന്നത് വവൽ സൗണ്ടിൻ്റെ നോട് കൂടിയാണ് ആൻ യൂസ് ചെയ്യുന്നത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ആൻ യൂസ് ചെയ്യുന്നത് വവൽ സൗണ്ടിൻ്റെ കൂടെയാണ്. എക്സാമ്പിൾ ആൻ ഏപ്പിൾ, ആൻ ആർ, HOUR എന്ന് പറയുന്നത് ആർ എന്നാണ് പ്രൊനൗൺസിയേഷൻ. സോ ആ സൗണ്ട് ഒരു വവൽ സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ആൻ എന്ന് യൂസ് ചെയ്യുന്നു. MLA, എ സൗണ്ടാണ് വരുന്നത് MLA ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത്. സോ എ സൗണ്ട് ഈസ് എ വവൽ സൗണ്ട്. അതുകൊണ്ടാണ് ആൻ എന്ന് ചേർക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ റെഫറിങ് ടു സംതിങ് സ്പെസിഫിക്. സ്പെസിഫിക് ആയ ഒരു കാര്യത്തിനെ കുറിച്ച്, ഒരു നൗണിനെ കുറിച്ച് പറയുമ്പോൾ, മെൻഷനിങ് സംതിങ് നോൺ, ദർ ഇസ് ഓൺലി വൺ. ഇഫ് ദർ ഇസ് ഓൺലി വൺ, ആകെ ഒരു വസ്തു മാത്രമേ ഉള്ളൂ എങ്കിൽ ദ യൂസ് ചെയ്യാം. ബിഫോർ സൂപ്പർലേറ്റീവ്സ് ഓർ ഓർഡിനറി നമ്പർ. ദെൻ ദ സൺ, ദ ഫസ്റ്റ് ഡേ, ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്, ദീസ് ആർ ദ എക്സാമ്പിൾസ്. ബിക്കോസ് ദർ ഇസ് ഓൺലി വൺ ആണ് ഉള്ളതെങ്കിൽ. നോ, സോ നമ്മളിവിടെ കണ്ടു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഈസ് യൂസ്ഡ് ബിഫോർ സൂപ്പർലേറ്റീവ്സ് ഓർ ഓർഡിനൽ നമ്പേഴ്സ്. സൂപ്പർലേറ്റീവ്സ് ഓർ ഓർഡിനൽ നമ്പേഴ്സ്, അതിൽ ഓർഡിനൽ നമ്പേഴ്സ് ഷോ ദ പൊസിഷൻ ഓർ ഓർഡർ ഓർ സംതിങ് ഇൻ എ ലിസ്റ്റ് ഓർ സീക്വൻസ്. ഒരു പൊസിഷനെ, ഓർഡറിനെ റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓർഡിനൽ നമ്പേഴ്സ്. ഉദാഹരണം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, അതിൻ്റെ മുൻപ് നിർബന്ധമായിട്ടും ദ ചേർക്കണം എന്നല്ല. പക്ഷേ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ചേർക്കുന്നത് അക്കോർഡിംഗ് ടു കോണ്ടെക്സ്റ്റ് ഈ ഓർഡിനൽ നമ്പേഴ്സിൻ്റെ മുൻപ് ചേർക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ആണ്. സേ ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് ദ തേർഡ് ടൈം ഐ ഹാവ് വാച്ച്ഡ് ദാറ്റ് മൂവി. ഞാൻ മൂന്നാമതാണ്
തേർഡ് ടൈമാണ് ഞാൻ ഈ മൂവി വാച്ച് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഒരു പൊസിഷനെ പറയുകയാണ്, ഒരു ഓർഡറിനെ പറയുകയാണ്, മൂന്നാമത്തെ തവണയാണ്. സോ അതിനെ പറയാൻ തേർഡ് എന്നാണ് യൂസ് ചെയ്യുന്നത്, 3 എന്നല്ല തേർഡ്. സോ ആ തേർഡ് എന്ന ഓർഡിനൽ നമ്പറിൻ്റെ തൊട്ട് മുൻപായി ചേർക്കുന്ന ആർട്ടിക്കിൾ ദ ആണ്. ഐ വിൽ റിപ്പീറ്റ്, ദിസ് ഈസ് ദ തേർഡ് ടൈം ഐ ഹാവ് വാച്ച്ഡ് ദാറ്റ് മൂവി. നൗ സൂപ്പർലേറ്റീവ്സ്. എന്താണ് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ്? Superlative adjectives describe the highest or lowest degree of a quality among 3 or more items or people. They usually end in the est or are preceded by most or least. നമുക്ക് ഡീറ്റെയിൽ ആയി സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസണും സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സും കാണാം. ഫോർ ദ ടൈം ബീയിങ് നമുക്കറിയാം ഡിഗ്രി ഓഫ് കമ്പാരിസൺ നമുക്ക് പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. അതായത് ടോൾ പോസിറ്റീവാണ്. ടോളിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്? ടോളർ. സൂപ്പർലേറ്റീവ് ഡിഗ്രിയോ ടോളസ്റ്റ്. ഗുഡ് പോസിറ്റീവ് ആണ്, അതിൻ്റെ കമ്പാരിറ്റീവ് ബെറ്റർ, സൂപ്പർലേറ്റീവ് ബെസ്റ്റ്. ഇനി ബ്യൂട്ടിഫുൾ ഈസ് പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആണെങ്കിലോ മോർ ബ്യൂട്ടിഫുൾ, സൂപ്പർലേറ്റീവ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ. സോ എക്സാമ്പിൾസ് എക്സാമിൻ ചെയ്യാം. ഈ ക്ലാസ്സിലെ ഏറ്റവും സ്മാർട്ടായ സ്റ്റുഡൻറ്റ് അവളാണ്. എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ഷീ ഈസ് ദ സ്മാർട്ടസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. സോ സ്മാർട്ടസ്റ്റ് എന്ന് പറയുന്നത് സ്മാർട്ട് പോസിറ്റീവ് ആണ്, കമ്പാരിറ്റീവ് ആണെങ്കിൽ സ്മാർട്ടർ, സൂപ്പർലേറ്റീവ് സ്മാർട്ടസ്റ്റ്. സോ ഷീ ഈസ് ദ സ്മാർട്ടസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. സ്മാർട്ടസ്റ്റിന് തൊട്ട് മുൻപായി ചേർക്കുന്ന ആർട്ടിക്കിൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ആണ്. ഷീ ഈസ് ദ സ്മാർട്ടസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. ഇനി so hope it is clear for you. Now there are some cases where you can omit articles. Omission of articles വേണ്ടാത്ത അത് ഏതൊക്കെ കേസിലാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. നോ ആർട്ടിക്കിൾ ബിഫോർ പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺസിന് മുൻപിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ടതില്ല. നമ്മൾ നൗൺസിനെ പല ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. അതായത് പ്രോപ്പർ നൗൺ ഉണ്ട്, കോമൺ നൗൺ ഉണ്ട്, അബ്സ്ട്രാക്ട് നൗൺ ഉണ്ട് ആൻഡ് സോ ഓൺ. സോ ഇവിടെ പ്രോപ്പർ നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക വ്യക്തിയുടെയോ അല്ലെങ്കിൽ വസ്തുവിൻ്റെയോ എല്ലാം കൃത്യമായ പേരിനെ സൂചിപ്പിക്കുന്നതാണ് പ്രോപ്പർ നൗൺ. എക്സാമ്പിൾ ഇന്ത്യ, രാഹുൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രം, ജോൺ, ഇതെല്ലാം പ്രോപ്പർ നൗൺസിന് എക്സാമ്പിളായി കണക്കാക്കാം. സോ ഒരു പേരിൻ്റെ കൂടെ കൃത്യമായ പേരിനെ സൂചിപ്പിക്കുന്ന നൗൺ അതിൻ്റെ തൊട്ട് മുൻപിലായി ആർട്ടിക്കിൾസ് ആഡ് ചെയ്യേണ്ടതില്ല. ഇന്ത്യ എന്നോ ദ രാഹുൽ എന്നോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. മാത്രമല്ല പൊതുവെ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ എക്സെപ്ഷൻസ് ഉണ്ട്. പൊതുവെ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത നൗൺസ്, വസ്തുക്കൾ അതിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ടതില്ല. എക്സാമ്പിൾ മിൽക്ക് എന്ന് പറയുന്നത് ദ മിൽക്കോ എ മിൽക്കോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, കാരണം അത് അൺകൗണ്ടബിൾ ആണ് അല്ലേ. ഓക്കെ, സോ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ പൊതുവെ അതിന് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, നൗൺസ് ആഡ് ചെയ്യേണ്ടതില്ല. പ്ലൂറൽ കൗണ്ടബിൾ നൗൺസ് ഇൻ ജനറൽ. കൗണ്ടബിൾ നൗൺസ് ഉണ്ട്, അത് പ്ലൂറൽ ആണെങ്കിലും ഇത് തന്നെയാണ് കേസ്, ആർട്ടിക്കിൾസ് ആഡ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ഡോഗ്സ് ആർ ലോയൽ, ദ ഡോഗ്സ് എന്ന് പറയേണ്ട കാര്യമില്ല, ഡോഗ്സ് ആർ ലോയൽ. സോ ആർട്ടിക്കിൾസ് ഒമിറ്റ് ചെയ്യേണ്ട ചില കേസുകളാണ്, 3 കേസാണ്. പ്രോപ്പർ നൗൺസിൻ്റെ മുൻപിലായിട്ട് കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട. അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ പൊതുവെ സ്പെഷ്യൽ കേസസിലല്ലാതെ പൊതുവെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. പ്ലൂറൽ മീൻസ് ബഹുവചനം അല്ലെ, കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിൻ്റെ കൂടെയും പൊതുവെ ഇത് കേസസ് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, പൊതുവെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. അതിന് എക്സാമ്പിൾസ് നമ്മൾ സംസാരിച്ചു. നെക്സ്റ്റ് ഈസ് സ്പെഷ്യൽ കേസസ്. എ യൂണിവേഴ്സിറ്റി ആ വേർഡ് യു എന്ന് കാണുമ്പോൾ നമുക്കത് വവ്വലാണെന്നൊരു ഡൗട്ട് വരികയും ആൻഡ് ചേർക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനത്തല്ല കേസ്. യൂണിവേഴ്സിറ്റി അത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് യു സൗണ്ട്, ആ സ്ലാഷ് സ്ലൈറ്റ്ലി സ്ലാൻഡഡ് സ്ലാഷിൻ്റെ അകത്ത് കാണുന്ന ഫൊണീമിക് സൗണ്ട് കണ്ടു. സോ യു സൗണ്ടാണ് യൂസ് ചെയ്യുന്നത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ കൂടെ എ അല്ല യൂസ് ചെയ്യുന്നത്, ആൻ ആണ് യൂസ് ചെയ്യുന്നത്. അവർ, HOUR, ഇത് ഹവർ അല്ല, ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ആസ് എച്ച് അവിടെ സൈലൻ്റ് ആണ്, അതുകൊണ്ട് അവർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സമയത്തും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആൻ ആണ് യൂസ് ചെയ്യുന്നത്. ദ USA, ദ നെതർലാൻഡ്സ്. ചില കൺട്രീസിൻ്റെ കൂടെ പൊതുവേ നമ്മൾ പറഞ്ഞു പ്രോപ്പർ നൗൺസിൻ്റെ കൂടെ പ്രോപ്പർ നൗൺസ് ഇന്ത്യ അല്ലെങ്കിൽ രാഹുൽ ഇത്തരം പേരിനെ സൂചിപ്പിക്കുന്ന പ്രോപ്പർ നൗൺസിൻ്റെ കൂടെ
ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല എന്ന് നമ്മൾ കണ്ടു. പക്ഷേ ചില കേസിൽ ചില കൺട്രീസിൻ്റെ കൂടെ USA, ദ നെതർലാൻഡ്സ് അതിൻ്റെ കൂടെ ആർട്ടിക്കിൾസ്, അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ യൂസ് ചെയ്യാറുണ്ട്. ഇത് സ്പെഷ്യൽ കേസസ് ആണ്. കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐ സോ ഡാഷ് ഔൾ ഇൻ ഡാഷ് ട്രീ. ഐ സോ ഓ സൗണ്ട് ഈസ് ഔൾ സൗണ്ട്. ഓ സൗണ്ട് ഈസ് ആക്ച്വലി വവലാണ്. അതുകൊണ്ട് ആൻ ഔൾ ഇൻ ട്രീ. ടു സൗണ്ടാണ്. ടു സൗണ്ട് കൺസണന്റ് സൗണ്ടാണ്. അതുകൊണ്ട് എ. ഷീ ഈസ് നോട്ട് ആൻ ഓണസ്റ്റ് വുമൻ ആണെന്ന് നമുക്കറിയാം. സോ നൗ തേർഡ് ക്വസ്റ്റ്യൻ. ഹി വോണ്ട്സ് ടു ബൈ ഡാഷ് ലാപ്ടോപ്പ്. ലാപ്ടോപ്പ് എന്ന വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ല സൗണ്ടിലാണ് അല്ലെ, ല സൗണ്ട്. സോ എ ലാപ്ടോപ്പ് ആൻഡ് പ്രിന്റർ. പ്രിന്റർ പേർ സൗണ്ട് ആണ്, consonant sound and per sound, so A. So answer is he wants to buy a laptop and a printer. Now dash earth revolves dash sun. So ഇവിടെ blank spaceൽ earth sun, earthും സണ്ണും sun. അതിൻ്റെ ആൻസർ the earth revolves around the sun എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം യുണീക്കായ, അതായത് അതിനെപ്പോലെ മറ്റൊന്നും ഇല്ല, വളരെ സ്പെസിഫിക് ആയ യുണീക്കായ വസ്തുവിൻ്റെ മുൻപിൽ എപ്പോഴും ദ യൂസ് ചെയ്യണം. എർത്ത്, ഭൂമിക്ക് പകരം ഭൂമി വളരെ യുണീക്കാണ്, വേറെ ഭൂമിയൊന്നും ഇല്ല. സൺ, ഒരു സണ്ണേ ഉള്ളൂ, മറ്റ് സൺ ഇല്ല. സോ അത്രയും സ്പെഷ്യലാണ്, യുണീക്കാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വസ്തുക്കൾ. ഉദാഹരണത്തിന് മൂൺ, ദ മൂൺ. അതുപോലെ സ്റ്റാർസ് ട്വിങ്കിൾ ഇൻ ദ സ്കൈ. സ്കൈ, ആകാശം, യുണീക്കാണ്. സോ യുണീക്കായ അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയ പർട്ടിക്കുലർ ആയ വസ്തുതയ്ക്ക് മുൻപിൽ എപ്പോഴും ദ യൂസ് ചെയ്യണം. സോ ദ സൺ റിവോൾവ്സ് അറൗണ്ട്, ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. നൗ ഐഡന്റിഫൈ കറക്റ്റ് യൂസേജ്. ഹിയർ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് കാണാം. ഹി ഈസ് എ MLA, ഹി ഈസ് ആൻ MLA. എ സൗണ്ടാണ്. MLA എന്ന് നോക്കൂ, എ സൗണ്ടാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്നത്. സോ എ സൗണ്ട് ഒരു വവൽ ആയതുകൊണ്ട് തന്നെ ആൻസർ ഹി ഈസ് ആൻ MLA എന്നാണ്. അതായത് ബി സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷീ ഈസ് ആൻ യൂറോപ്യൻ. തൊട്ട് മുൻപ് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ കേസ് കണ്ടു അല്ലേ, ഈ അല്ലേ, അവിടെ സൗണ്ടാണ് വരുന്നത്. സോ സൗണ്ട്, യൂറോപ്യൻ എന്ന വാക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ സൗണ്ടാണ് വരുന്നത് ഫസ്റ്റ്. കോൺസണന്റ് സൗണ്ടാണ് സൗണ്ട്. അതുകൊണ്ട് തന്നെ ഷീ ഈസ് എ യൂറോപ്യൻ ആണ്, ആൻ അല്ല. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസിലും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ബി സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നോ എറർ കറക്ഷൻ. ഷീ ഈസ് എ എഞ്ചിനീയർ. എഞ്ചിനീയർ എന്ന സൗണ്ട് വർക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ എ സൗണ്ട് ആണ് വരുന്നത്. ഫസ്റ്റ് എ സൗണ്ട് ഈസ് എ വവൽ സൗണ്ട് എ. സോ എ എഞ്ചിനീയർ അല്ല, ആൻ എഞ്ചിനീയർ ആണ്. ഐ മെറ്റ് ആൻ യൂണിവേഴ്സിറ്റി പ്രൊഫസർ. യൂണിവേഴ്സിറ്റി, യൂറോപ്പ്, അതിൻ്റെ എല്ലാം കൂടെ യൂസ് ചെയ്യേണ്ടത് എ ആണ്, ആൻ അല്ല. അതിൻ്റെ റീസൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദ വാട്ടർ ഈസ് എസെൻഷ്യൽ. അത് വാട്ടർ എന്ന് പറയുന്നത് വാട്ടർ ഈസ് ആക്ച്വലി അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ ദ വാട്ടർ ഈസ് എസെൻഷ്യൽ എന്നല്ല, വാട്ടർ ഈസ് എസെൻഷ്യൽ, ദാറ്റ്സ് ഇനഫ്. സോ വാട്ടർ ജനറൽ കേസിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യാറ്, ഒരു ആർട്ടിക്കിളും വാട്ടറിന് മുൻപ് യൂസ് ചെയ്യാറില്ല. നമ്മൾ പറഞ്ഞതാണ് വാട്ടർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിഷ് ലിവ് ഇൻ വാട്ടർ. ദ വാട്ടർ വേണ്ട, ഫിഷ് ലിവ് ഇൻ വാട്ടർ. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. അവിടെയൊന്നും വാട്ടറിൻ്റെ തൊട്ട് മുൻപിലായി നമ്മൾ ഒരു ആർട്ടിക്കിളും ആഡ് ചെയ്യാറില്ല. കൺസിഡർ അനദർ കേസ്, വാട്ടർ ഈസ് കളർലെസ്. വാട്ടർ ഈസ് കളർലെസ്, ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നില്ല അല്ലേ. പക്ഷേ സ്പെസിഫിക് കേസിൽ ഈ പെർട്ടിക്കുലർ വെള്ളം, എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഗ്ലാസ്സിലെ ഒരു വെള്ളം ഞാൻ ഈ തറയിൽ സ്പിൽ ചെയ്തു, തൂവിപ്പോയി എന്ന് പറയണമെന്ന് വിചാരിച്ചുള്ളൂ. ആ പെർട്ടിക്കുലർ എൻ്റെ കയ്യിലിരിക്കുന്ന പെർട്ടിക്കുലർ വെള്ളത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത്തരത്തിൽ സ്പെസിഫിക് കേസിലാണെങ്കിൽ ദ യൂസ് ചെയ്യാം. എക്സാമ്പിൾ, ഐ സ്പിൽഡ് ദ വാട്ടർ ഓൺ ദ ഫ്ലോർ. ഐ സ്പിൽഡ് ദ വാട്ടർ ഓൺ ദ ഫ്ലോർ. അത് സ്പെസിഫിക് കേസാണ്, ദാറ്റ്സ് നോട്ട് നീഡഡ്. സോ ഇവിടെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ദീസ് ആർ സം ഓഫ് ദ കേസസ് വേർ ആർട്ടിക്കിൾ ഈസ് ഒമിറ്റഡ്, വേർ ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഏതൊക്കെ സ്പെഷ്യൽ കേസിലാണ് യൂസ് ചെയ്യാറ് എന്ന് ജനറലായി അറിഞ്ഞിരുന്നാൽ മതി. സ്പെസിഫിക് കേസ് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. നൗ ഇതൊരു പ്രാക്ടീസ് ടെസ്റ്റ് ആണ്. ഐ വിൽ റീഡ് ഇറ്റ്. An elephant and an ant were drinking water from a river. Suddenly a storm began and
ദ ആൻഡ് ഫെൽ ഇൻ ടു ദ വാട്ടർ. ആ പെർട്ടിക്കുലർ വാട്ടറിലാണ് ഫെൽ ചെയ്തത്. അതുകൊണ്ടാണ് അവരുടെ തൊട്ട് മുൻപിലുള്ള പെർട്ടിക്കുലർ വാട്ടറിലേക്കാണ് ആൻഡ് ഫെൽ ചെയ്തത്. അതുകൊണ്ടാണ് ദ വാട്ടർ എന്ന് പറഞ്ഞത്. ഓക്കെ, നൗ ആർട്ടിക്കിൾ ഓർ നോ ആർട്ടിക്കിൾ. നോളജ് ഈസ് പവർ. അവിടെ ആർട്ടിക്കിൾ എ നോളജോ ദ നോളജ് ആവശ്യമില്ല. നൗ ഹി ഈസ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ ടീം. ഐ വിസിറ്റഡ് ദ താജ് മഹൽ. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് മോർ. സോ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ, നോളജ് ഈസ് പവർ. സോ അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നോളജ് ഈസ് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നോളജ് ഈസ് എൻ അൺകൗണ്ടബിൾ നൗൺ. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു വസ്തുവാണ് നോളജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അറിവ്. അതുകൊണ്ടാണ് അവിടെ നൗൺ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടാത്തത്. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ജനറൽ സെൻസ് ഹിയർ. നമുക്കറിയാം ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട് ഉള്ള കാര്യങ്ങളെ എടുത്തു പറയാൻ വേണ്ടി, നൗൺസിനെ എടുത്തു പറയാൻ വേണ്ടിയാണ് അല്ലേ. ഇവിടെ നോളജ് പൊതുവായ ഒരു ജനറൽ സെൻസിലാണ് പറഞ്ഞിട്ടുള്ളത്, അറിവാണ് ശക്തി എന്നുള്ള രീതിയിൽ അല്ലേ. ജനറൽ സെൻസിലായതുകൊണ്ട് തന്നെ ഇവിടെ നോളജിൻ്റെ മുൻപിൽ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നോളജ് അതിൻ്റെ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ് തിങ്, നോളജ് ഈസ് എൻ അൺകൗണ്ടബിൾ നൗൺ. സെക്കൻഡ് തിങ്, വി സ്പീക്ക് അബൌട്ട് ദം ഇൻ ജനറൽ സെൻസ്. പക്ഷേ വി ഡു നോട്ട് യൂസ് ആർട്ടിക്കിൾസ് ബിഫോർ അൺകൗണ്ടബിൾ നൗൺസ്. നമുക്കറിയാം വെൻ വി സ്പീക്ക് അബൌട്ട് ദം ജനറലി, ഓക്കെ. പക്ഷേ സ്പെസിഫിക് ആയ ഒരു കാര്യത്തിനെയാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. എനിക്ക് അവനൊരു നോളജ്, ഒരു അറിവ് തന്നു, ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെക്കുറിച്ച് പെർട്ടിക്കുലർ ആയൊരു നോളജ്, ഒരു അറിവ് എനിക്ക് തന്നു എങ്കിൽ അതൊരു പെർട്ടിക്കുലർ കാര്യത്തിനെക്കുറിച്ച്, മാത്സിനെ കുറിച്ചുള്ള ഒരു നോളജ്, ഒരു പെർട്ടിക്കുലർ നോളജ് എനിക്ക് പറഞ്ഞു തന്നു, പ്രത്യേകമായൊരു ഇക്വേഷൻ എനിക്ക് പറഞ്ഞു തന്നു. സോ ആ നോളജ് സ്പെസിഫിക് കോണ്ടെക്സ്റ്റിൽ സ്പെസിഫിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നോളജിൻ്റെ കൂടെ ആഡ് ചെയ്യാം. സ്പെഷ്യൽ കേസാണ്. എക്സാമ്പിൾ, ദ നോളജ് ഹീ ഷെയർഡ്. ഓക്കെ, അവൻ എനിക്ക് ഷെയർ ചെയ്ത നോളജ്, ദ നോളജ് ഹീ ഷെയർഡ് വാസ് വാല്യുബിൾ നമുക്ക് പറയാം അല്ലേ. ഇനി ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, സെക്കൻഡ് സെൻറ്റൻസ് നോക്കൂ. ഹീ ഈസ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ ടീം. എന്തുകൊണ്ടാണ് ദ എന്ന ആർട്ടിക്കിൾ ബെസ്റ്റിന് മുൻപായി യൂസ് ചെയ്തത്? നമുക്കറിയാം ബെസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ആണ് അല്ലേ. സൂപ്പർലേറ്റീവ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ദ ആണ്. വി യൂസ് ദ ബിഫോർ സൂപ്പർലേറ്റീവ്സ് എന്ന് നമ്മൾ കണ്ടതാണ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഗുഡ് പോസിറ്റീവ് ആണെങ്കിൽ, ബെറ്റർ കമ്പാരിറ്റീവ് ആണെങ്കിൽ, ബെസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ആണ്. സോ സൂപ്പർലേറ്റീവ്സിൻ്റെ തൊട്ട് മുൻപായി ആഡ് ചെയ്യേണ്ട ആർട്ടിക്കിൾ ദ ആണ്. ഹി ഈസ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ ടീം. എന്തുകൊണ്ടാണ് ടീമിൻ്റെ മുൻപേ നമ്മൾ ദ ആഡ് ചെയ്തത്? ടീമിൻ്റെ പേര് സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിലും അത് സ്പെസിഫിക് ആണ്. അവൻ പങ്കെടുത്തിട്ടുള്ള ആ പെർട്ടിക്കുലർ ടീമിലെ ബെസ്റ്റ് പ്ലെയറാണ് അവൻ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അവൻ പങ്കെടുത്തിട്ടുള്ള അവൻ്റെ ടീമിനെ കുറിച്ചാണ് പറയുന്നത്. സോ അത് സ്പെസിഫിക് ആയ ആ ടീമിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. സോ ഈവൻ ഇഫ് ടീം ഈസ് നോട്ട് നെയിംഡ്, ഇറ്റ്സ് സ്പെസിഫിക് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ബിക്കോസ് വി നോ വിച്ച് ടീം ഈസ് ബീങ് ഡിസ്കസ്ഡ്. സംസാരിക്കുന്നവർക്ക് അറിയാം ഏത് ടീമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന്. സോ വി യൂസ് ദ ബിഫോർ ടീം. So he is the best player in the team. So സൂപ്പർലേറ്റീവ്സിൻ്റെ കൂടെയും നോൺ ഗ്രൂപ്പ്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ നോൺ ഗ്രൂപ്പ്സ് ഓർ ഒബ്ജക്ട്സിൻ്റെ കൂടെയും ദ എന്ന് നമുക്ക് ചേർക്കാം. ഇനി തേർഡ് സെൻറ്റൻസ് നോക്കൂ. ഐ വിസിറ്റഡ്. ആൻസറായി കൊടുത്തിട്ടുള്ളത് ദ ആണ്. ഐ വിസിറ്റഡ് ദ താജ്മഹൽ. എന്തുകൊണ്ടാണ് ദ താജ്മഹൽ? ബിക്കോസ് താജ്മഹൽ ഈസ് എ യുണീക്ക് സ്പെസിഫിക് മോണ്യുമെൻറ്റ്, നോൺ യൂണിവേഴ്സലി അല്ലേ. ഈ ലോകത്തിൽ താജ്മഹൽ എന്ന പേരിലുള്ള ഈ ഒരു മോണ്യുമെൻറ്റ് സ്പെസിഫിക് ആണ്. യുണീക്കായ വസ്തുക്കളുടെ കൂടെ നമ്മൾ പറഞ്ഞു, യുണീക്കായ ദ എർത്ത്, ദ സൺ അല്ലേ. യുണീക്കാണ്. താജ്മഹൽ ഒരെണ്ണമേ ഈ വേൾഡിലുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് താജ്മഹലിൻ്റെ തൊട്ട് മുൻപായി ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആഡ് ചെയ്തത്. we always use the before names of monuments, oceans, rivers, mountains, ranges. Okay, അത് ഒന്ന് നോട്ട് ചെയ്യുക. വി ഓൾവേസ് യൂസസ് ദ ബിഫോർ നെയിംസ് ഓഫ് മോണ്യുമെൻറ്റ്സ്, ഓഷ്യൻസ്, റിവേഴ്സ്, മൗണ്ടെയിൻസ്, റേഞ്ചസ് എക്സെട്ര. സേ ഫോർ എക്സാമ്പിൾ ദ ഈഫൽ ടവർ, ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, ദ ഹിമാലയാസ് ആൻഡ് സോ ഓൺ. ഓഷ്യൻസ്, മോണ്യുമെൻറ്റ്സിൻ്റെ കൂടെയും സമുദ്രങ്ങളുടെ പേരുകളുടെ കൂടെയും ദ ഗാഞ്ചസ് അല്ലേ, ഗംഗാനദിക്ക് പറയാറില്ലേ. റിവേഴ്സിൻ്റെ പേരിൻ്റെ മുൻപും മൗണ്ടെയിൻസിൻ്റെ പേരിൻ്റെ മുൻപ് എല്ലാം നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ ദ ഗംഗ അല്ലേ, അത് റിവറാണ്. റിവറിൻ്റെ മുൻപ്
നമ്മൾ ആഡ് ചെയ്യുന്നത് ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. യൂണിവേഴ്സിറ്റിയുടെ കൂടെ എ ആണ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അവർ ആൻഡ് MBA എ ആണ്. MBA എന്നൊരു സൗണ്ടാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. സോ ആൻഡ് MBA. സോ കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ് ആൻഡ് ബിഫോർ വവൽ ലെറ്റർ, വവൽ ലെറ്റർ അല്ലാത്തൊരു സൗണ്ടിൻ്റെ മുൻപായി ലെറ്റർ വവലാണെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ആഡ് ചെയ്യരുത്. സൗണ്ട് ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷനാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഒമിറ്റിംഗ് ദ ബിഫോർ യുണീക്ക് തിങ്സ്. യുണീക്ക് തിങ്സിനെ കുറിച്ച്, അതായത് താജ്മഹൽ എന്ന്, ഈഫൽ ടവർ, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഒക്കെ പറയുമ്പോൾ ദ ചേർത്ത് വേണം പറയാൻ. ഒരിക്കലും ദ ഒമിറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ദ താജ്മഹൽ, ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, ദ ഹിമാലയാസ്, ദ ഈഫൽ ടവർ അങ്ങനെ വേണം പറയാൻ. അൺകൗണ്ടബിൾ നൗൺസിന് മുൻപ് ആഡ് ചെയ്യരുത്. ഓക്കെ, സോ ഇൻ സമ്മറി, ഓർ ആൻ നോൺ സ്പെസിഫിക് സിംഗുലർ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്. ദ എന്ന് പറയുന്നത് സ്പെസിഫിക് ഓർ നോൺ നൗൺസിൻ്റെ കൂടെയും ജനറൽ അല്ലെങ്കിൽ പ്ലൂറൽ ഓർ അൺകൗണ്ടബിൾ ആയ നൗൺസ് അല്ലെങ്കിൽ പ്രോപ്പർ നൗൺസിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് പൊതുവേ യൂസ് ചെയ്യാറില്ല. സ്പെസിഫിക് കേസ് എപ്പോഴും നോട്ട് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് articles. Hope the classes are useful for you. Thank you. Thanks for listening.